ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമ്മുടെ ഷാറൂഖ് ഖാൻ നായകനെത്തിയ ജവാൻ എന്ന് പറയുന്ന സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഭയങ്കര മിക്സഡ് അഭിപ്രായമൊക്കെയാണ് സിനിമ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ദിവസം പ്രതികരണം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ നോക്കാം. അതേപോലെയൊക്കെ ഇരിക്കുന്നു. Super. Direction also super. This is social media message. സൽമാൻ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യം അത് പറയുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫാക്ടറി, ഇതുപോലെ പുതിയ ഫാക്ടറി, പല ഫാക്ടറി എല്ലാ ആൾക്കാർ കുറേ പേർ മരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മെസ്സേജ് ഉണ്ട്, പടത്തിൽ ഒരു മെസ്സേജ് ഉണ്ട്. കൊള്ളാം, സിനിമ കൊള്ളാം. നല്ല പടമായിരുന്നു. സിനിമയിൽ ഫസ്റ്റ് ഹാഫ് കൊള്ളാം, പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരുമാതിരി ഈ മർസലും വിഗിലും എല്ലാം കൂടെ ചേർത്ത് കുഴപ്പമില്ല. ഓവറോൾ കൊള്ളാം, നല്ല പടം. കൊള്ളാം. എടുത്തു പറയാൻ അങ്ങനെയൊന്നുമില്ല. അല്ല, നല്ല സിനിമ കൊള്ളായിരുന്നു. സിനിമയിൽ ഡബിൾ റോളാണ്, അതാണ് എടുത്തു പറയാൻ. വേറെ എന്തെങ്കിലും മെർസൽ പോലെ ഉണ്ട്, അത്ര തന്നെ. നല്ല പടമായിരുന്നു കേട്ടോ, നല്ല പടം. മെർസല് തെരി എല്ലാം കൂടെ ചേർന്നാണ്. അല്ല, കൊള്ളില്ല, അത്ര പോരാ. ഫയലിൽ മൊത്തം ഈ വിജയ് സിനിമ, മെർസല്, സർക്കാർ, അതിൻ്റെയൊക്കെ ഒരു മിക്സിങ്ങാ, പോരാ. കൊള്ളാം, നല്ല പടം. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ നല്ല മൂവിയാണ്, പൊതുവെ ഇഷ്ടപ്പെടും. ഓക്കെ, വളരെ അടിപൊളി പെർഫോമൻസ് ആണ്. പത്താനെക്കാട്ടിലും കൊള്ളാം, കണ്ടിരിക്കാം. ഷാരൂഖ് ഖാൻ ഫാൻസ് ഇഷ്ടപ്പെടും. എടുത്ത് പറയട്ടെ, എനിക്ക് ഇൻ്റർവെൽ സീൻ നല്ല ഇഷ്ടപ്പെട്ടു. ഇൻ്റർവെലിന് ഷാരൂഖ് ഖാനുള്ള ഫൈറ്റ് സീൻ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സീൻ. ഇത് ചുരുക്കി പറഞ്ഞ മറ്റേ തമിഴ് ഇതേപോലെ നേരത്തെ കണ്ട ആർലീൻ്റെ ഫിലിംസിൻ്റെ ഒക്കെ വിജയൻ്റെ ഒക്കെ ഒരു റീമേക്ക് പോലെ, പക്ഷെ കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പറയൊന്നുമില്ല, പിന്നെ കുറെ ക്ലീശകളുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. കൊള്ളായിരുന്നു. നല്ല പടം, നല്ല പടം. എടുത്തു പറയാൻ കൂറായിട്ടുണ്ട് ബ്രോ, വെറും കൂറ. നമ്മളെ ഉറക്കവും പോയി. കാരണം എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് ഒരുമാതിരി പകുതിയൊക്കെ ഉറങ്ങിപ്പോയി ആൾക്കാർ എന്ന് പറയുമ്പോൾ അതിൽ ഫുള്ള് ഡൂപ്പായിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളത്. നമുക്ക് ഒറിജിനാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒന്നുമില്ല അതിൽ തന്നെ, മനസ്സിലായോ? എന്ന് പറയുമ്പോഴത്തേക്കും എന്തുവാ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറമാണ് അതിൻ്റെ എഡിറ്റിങ്, ഗ്രാഫിക്സും കാര്യങ്ങളും. പിന്നെ കുറച്ച് സീനൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, അല്ലാണ്ട് ബാക്കി എല്ലാം വെറും ഊതായിട്ടുണ്ട്. എല്ലാം ബോറായി. കാരണം എന്ന് പറഞ്ഞാൽ തമിഴിലെ കുറേ പടം ഒരിടത്ത് ഒരുമിച്ച് വെച്ചിരിക്കണം, അത്രേ ഉള്ളൂ. ഷാറുഖ് ഖാൻ്റെ പെർഫോമൻസ് എല്ലാ സിനിമയിലത്തേക്കും പോലെയാണ്, പക്ഷെ ഒരു ഹിന്ദിക്കാർക്ക് ഓക്കെ, നമുക്ക് ഓക്കെ അല്ല. ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു. ക്ലീശയാണ്, പക്ഷെ കുഴപ്പമില്ല. ഇവിടെ മേക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഡബിൾ റോളാണ്, കൊള്ളാം, കുഴപ്പമില്ല. ക്ലീശയാണ്. പെർഫോമൻസ് നൈസായിരുന്നു. മറ്റേ ട്രെയിലർക്കാണെങ്കിൽ അച്ഛൻ നൈസായിട്ടുണ്ട്. കുഴപ്പമില്ല, ക്ലീശയാണ്, കണ്ടോണ്ടിരിക്കാം. ജവാനെ കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത് അറ്റ്ലീൻ്റെ കുറിച്ചാണ് സത്യം പറയാനുള്ളത്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു പടങ്ങളെല്ലാം എടുക്കുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത പടങ്ങളിലെല്ലാം കൂടെ കോപ്പി പേസ്റ്റ് ഒരു സാധനമാണ് നമ്മൾ ഈ ജവാൻ എന്ന് പറഞ്ഞ സാധനം. വേസ്റ്റ് ഓഫ് ടൈമാണ്. പിന്നെ ആൾക്കാരെ വിഡ്ഢിയാക്കല്, അതെനിക്ക് പറയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കണ്ട സാധനങ്ങളാണ്, കണ്ട് ക്ലാപ്സ് അടിച്ച സാധനങ്ങളാണ് വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് അയാളുടെ രീതിക്കുള്ളൊരു വേർഷനിൽ സാധനം പുറത്തു കൊണ്ടുവരുന്നത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ അത് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു SRK എന്ന് പറഞ്ഞൊരു നായകനെ കൈ കിട്ടുമ്പോൾ അതനുസരിച്ചുള്ള നല്ല സ്ട്രോങ് ആയിട്ടും നല്ല ഇതായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. അല്ലെ ചുമ്മാ വെറുതെ വേസ്റ്റ് ഓഫ് ടൈമിന് വേണ്ടി ഇങ്ങനെ കൊണ്ടുവരുന്ന വളരെ മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊരു സിനിമ ലവറാണ്, ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ വർക്കും ചെയ്യുന്നുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനത്തെ ഒരു പടങ്ങളെല്ലാം കാണുമ്പോൾ കണ്ടുമടുത്ത സാധനമാണ് സത്യം പറഞ്ഞാൽ. അതിനെ അങ്ങേര് പുതിയ ലേബലിൽ അങ്ങേൻ്റെ രീതിക്കുള്ള സാധനമായിട്ട് കൊണ്ടുവരുമ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ഇൻ്റർവൽ ബ്ലോക്കെല്ലാം സത്യം പറഞ്ഞാൽ മെർസലെല്ലാം കണ്ടൊരു സാധനമാണ്. അതിൻ്റെ ആ ഒരു ടൈപ്പാണ് ഇത് വന്നത്. ഒരുപാട് വെർഷൻസ് ഉണ്ട് അതിൻ്റെ. പല സിനിമകൾ കോപ്പി പേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. പിന്നെ അനിരുദ്ധ് ജയിലർ നമുക്ക് ഭയങ്കര ആവേശം തന്നെയാണ്. ഇതിപ്പം ഏത് സമയം നോക്കിയാലും അതിൽ BGM അത് തന്നെ ചുമ്മാ കണ്ടിന്യൂ ആയിട്ട് അത് ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ട്, ഫീൽ ചെയ്ത്. അനിരുദ്ധ് ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല. മിക്കവാറും നല്ലൊരു സാധനമായിരിക്കും, ഇനി വരാൻ പോണ കളക്ഷൻസ് എല്ലാം നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതും പരാജയമാണ് തന്നത്. പിന്നെ അതുപോലെ തന്നെ SRK പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടുമടുത്ത കഥയിൽ വീണ്ടും പെർഫോം ചെയ്താൽ പിന്നെ എങ്ങനെയായിരിക്കും ആ ഒരു സുഖം എനിക്ക് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിൻ്റെ മുകളിൽ വന്നിട്ടില്ല. കാരണം എല്ലാത്തിലും ഓവറായിട്ട് BGM കയറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഇറിറ്റേഷൻ ഫീൽ ചെയ്തു ചില സമയത്ത്. അനിരുദ്ധിൻ്റെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഇന്ത്യയിലെ കന്നി ആണെങ്കിലും പക്ഷേ അതൊരു കന്നി ഓട്ടം എന്ന് പറയാൻ പറ്റത്തില്ല. വൺ ഡേ കാണാൻ ഞാൻ പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ എല്ലാം കണ്ട പടങ്ങളാണ്. പിന്നെ കണ്ട പടങ്ങൾ വീണ്ടും ചിലപ്പോൾ ഈ ഓണത്തിന് കുറച്ച് യൂത്ത് 3 പടങ്ങളല്ലേ ഇറങ്ങിയുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് ആൾക്കാർക്ക് അറ്റ്ലി ഒരു 10-25 പടങ്ങളും കൂടെ ചേർത്തിട്ട് ഒരു ഓണം വൈബ് ഉണ്ടാക്കാൻ വേണ്ടി
ഇറക്കിയ ഒരു പടമായിരിക്കും ജവാൻ. അല്ലാതെ വേറെ ഒന്നുമില്ല. സ്വന്തം പടം തന്നെ വീണ്ടും വേറെ രീതിക്ക് വേറെ കഥയും കൂടെ യൂസ് ചെയ്ത് ഇറക്കുന്ന ഫീലാണ് നൽകുന്നത്. ഒന്നാതെ വിജയണ്ണനെ കൊണ്ട് വച്ച് ചെയ്ത് തൊലപ്പിച്ച് അങ്ങേര് സത്യം പറഞ്ഞാൽ തൊലപ്പിച്ച്. അത് കഴിഞ്ഞിട്ടിപ്പോൾ വീണ്ടും വന്ന് ഇങ്ങനത്തെ ഒരു ലെവൽ കൊണ്ടുവരുന്ന വളരെ മോശമാണ് സത്യം പറഞ്ഞാൽ, ദയവ് ചെയ്ത്. അതുകൊണ്ട് ഇനി ഈ പടം ആരും കാണില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വല്ല OTT വല്ല ഇറങ്ങുന്ന സമയത്ത് വല്ല തന്നെ കാണാം. അവർ ടൈം പാസിന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ജെനുവിനായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ ഈ ചുമ്മാ ഇത് SRK വന്നു അങ്ങനത്തെ ഒരു ഫീലല്ല പറഞ്ഞത്. കാരണം ഞാൻ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്, പക്ഷെ വളരെ മോശമായിപ്പോയി സത്യം പറഞ്ഞാൽ. ആക്ച്വലി ഇതൊന്നും ഇങ്ങനത്തെ ചെയ്യരുത് ദയവ് ചെയ്ത്. നിങ്ങളൊരു നല്ല ഫ്രഷ് സ്ക്രിപ്റ്റുമായിട്ട് വരൂ. നല്ല നിങ്ങൾക്ക് മേക്കിങ്ങിന് കഴിവുള്ള ഒരു വ്യക്തിയാണ്. നല്ല ഫ്രഷ് സ്ക്രിപ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കലക്കും. അയാൾ സ്വന്തം സ്ക്രിപ്റ്റിൽ ഇനി ദയവ് ചെയ്ത് നിങ്ങൾ സംവിധാനം ചെയ്യാൻ വരരുത്.